എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മിറക്കിൾ റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത് ഈ ഹെയർ ടോണർ യൂസ് ചെയ്തപ്പോൾ. വെറും 7 days മാത്രം യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ. എൻ്റെ പൊന്നോ, പുതിയതായിട്ട് കിളിർത്ത് വന്ന മുടികളെല്ലാം പെട്ടെന്ന് തന്നെ നീളം വെക്കുകയും തലയോട്ടിയിൽ നിറയെ പുതിയ മുടികൾ കിളിർത്ത് വരികയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലെല്ലാം ചെറിയ ചെറിയ മുടിയായിട്ട് നിന്നതാണ്, ഇപ്പൊ നന്നായിട്ട് ലെങ്ത് വെച്ചിട്ടുണ്ട് മുടികൾക്കൊക്കെ. അതുകൂടാതെ ഈ വെറും 7 ദിവസം കൊണ്ട് എൻ്റെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞു വരികയും മുടിക്ക് നല്ല തിക്ക് വെക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഹെയർ ടോണർ ഞാൻ യൂസ് ചെയ്തപ്പം. തീർച്ചയായിട്ടും നിങ്ങളും ഇത് യൂസ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് 1 അല്ല 2 അല്ല 3 ഇരട്ടി റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. ഹായ്, ബ്ലെസ്സി ലോങ് ഹെയർ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഹെയർ ടോണറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികൾക്കും ഏത് പ്രായക്കാർക്കും മുടി വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുന്നുള്ളതാണ്. നമ്മുടെ തലയോട്ടിൽ ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് വർദ്ധിക്കാനും ഈ ഹെയർ ടോണർ വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നമ്മുടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന റോസ്മേരി ഹെയർ ടോണിക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഈ 7 ദിവസം യൂസ് ചെയ്ത ആ ഒരു മെത്തേഡാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ റോസ്മേരി ലീഫാണ്, അതായത് ഡ്രൈ ലീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ റോസ്മേരി. ഈ റോസ്മേരി ഹെയർ ടോണറിന്റെ കൂടെ റോസ്മേരി ഹെയർ ഓയിലും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ നമ്മൾ റോസ്മേരി ഹെയർ ഓയിലിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഒട്ടും സമയം കളയാതെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് കേട്ടോ. ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ് നമ്മുടെ റോസ്മേരി. അതായത് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാനായിട്ട് പറ്റും. ഇനി നമുക്ക് ആവശ്യമായത് കറി ലീഫാണ്, അതായത് നമ്മുടെ കറിവേപ്പില. കറിവേപ്പിലയുടെ ഗുണങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഇനി നമുക്ക് ആവശ്യമായത് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴയുടെ ജെല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അലോവേര ജെല്ല്. ഞാൻ ഫ്രഷ് അലോവേരയുടെ ജെല്ലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ യെല്ലോ കളർ ലിക്വിഡൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് എടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യമായത് ഉലുവയാണ്. ഉലുവയുടെ ഗുണങ്ങൾ നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. മുടിയുടെ വളർച്ചയ്ക്കും താരം പോകാനൊക്കെ വളരെ നല്ലതാണ് ഉലുവ. അപ്പൊ നമുക്ക് ഈ ഹെയർ ടോണർ ഒന്ന് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീലിന്റെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ റോസ്മേരി ലീഫ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 3 തണ്ട് കറിവേപ്പിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന്റെ നടുക്കത്തെ തണ്ട് നമ്മൾ എടുത്തിട്ടില്ല, ലീഫ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ആവശ്യമായത് നമ്മുടെ യെല്ലോ കളർ ലിക്വിഡൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അലോവേരയുടെ ജെല്ലാണ്. ഈ കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ 1.5 കപ്പ് വെള്ളം 1 കപ്പ് വെള്ളമാകുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. മുടി വളരുകയും വേണം, എന്നാൽ ഹെയർ പാക്കുകളും ഹെയർ ടോണറൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് മടിയൊക്കെ ഉള്ളവർക്ക് ബെസ്റ്റ് ആണ് കേട്ടോ ഈ ഹെയർ ടോണർ. നമുക്ക് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കരുത് കേട്ടോ. 2-3 ദിവസം യൂസ് ചെയ്യാനുള്ളത് മാത്രം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഉപയോഗിക്കുന്ന സമയത്ത് തണുപ്പ് മാറിയതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 7 ദിവസം തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റവ് ഒക്കെ ഒന്ന് കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാമേ. ഇത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. ചെറുതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് പറയാനായിട്ടുണ്ട്. ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർ വിഷമിക്കണ്ട. അവർക്ക് റോസ്മേരി ലീഫ് വാങ്ങി വെച്ചതിന് ശേഷം തിളച്ച വെള്ളം ഹോസ്റ്റലിലൊക്കെ കിട്ടും. ആ തിളച്ച വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ റോസ്മേരിയുടെ ലീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ അടച്ചു വെച്ചേക്കുക. എന്നിട്ട് 1 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ വെള്ളം അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വേറെ ഒന്നും ചേർക്കണ്ട, റോസ്മേരി ലീഫ് മാത്രം മതി. അത് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് നന്നായിട്ടുണ്ടാവും, മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഇത് മെയിൻ ആയിട്ട് എടുത്തു പറയാൻ കാരണം ഹോസ്റ്റലിലുള്ള കുറെ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞങ്ങൾക്ക് കൂടെ ഉള്ള ടിപ്സ് പറഞ്ഞു തരുമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയത്. അപ്പൊ ഞാൻ അടച്ചു വെച്ച് തന്നെയാണ് കേട്ടോ തിളപ്പിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അടപ്പൊന്ന് മാറ്റുന്നത്. ഇനി നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, അതിന്റെ സത്തൊക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചായ വെള്ളത്തിന്റെ ഒരു ലൈറ്റ് ആയിട്ടൊരു കളറൊക്കെ നമ്മുടെ ടോണറിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് ഇവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ കേട്ടോ. റോസ്മേരി ലീഫിന് നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഹെയർ ടോണറിന് നല്ലൊരു മണമാണ്. നമ്മൾ ഈ ടോണർ മുടിയിലൊക്കെ തേച്ചിട്ട് മുടി കഴിയുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു മണമാണ് കേട്ടോ.
ഇപ്പൊ ട്രെൻഡിങ് ആയിരിക്കുന്ന നമ്മുടെ റോസ്മേരി ലീഫിൽ വളരെയധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആന്റി ഓക്സിഡൻസുകളുടെയും വൈറ്റമിനുകളുടെയും ഒരു കലവറ തന്നെയാണെന്ന് പറയാം കേട്ടോ. വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ അയണും അടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റോസ്മേരി ലീഫിൽ. അപ്പൊ ഹെയർ ടോണർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്പ്രേ ബോട്ടിലേക്ക് ആക്കാവേ. പഞ്ഞി ഉണ്ടെങ്കിൽ പഞ്ഞി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൈകൾ ഉപയോഗിച്ചിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കോട്ടന്റെ തുണി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാനൊരു സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ടാണ് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കിത് 2-3 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമ്മുടെ സൗകര്യാനുസരണം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ രീതിയിലാണ് ഉപയോഗിക്കാറ്. ഞാൻ എന്നും കുളിക്കുന്നതിന് മുമ്പാണ് കേട്ടോ യൂസ് ചെയ്യാറ്. എന്നിട്ട് ഞാൻ ഒരുപാട് ടൈമൊന്നും വെക്കാറില്ല. ഞാനൊരു 20 മിനിറ്റ് മാത്രം വെക്കുള്ളൂ. അതിനുശേഷം ഞാൻ പ്ലെയിൻ വാട്ടറിൽ ഹെയർ വാഷ് ചെയ്യാറാട്ടോ പതിവ്. കുളി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ആ നനവോട് കൂടി തന്നെ നിങ്ങൾക്ക് സ്കാൽപ്പിൽ മുടിയിലൊക്കെ നമ്മുടെ ഹെയർ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുമല്ല നൈറ്റിൽ കിടക്കുന്നതിന് മുമ്പും നിങ്ങൾക്ക് ഹെയർ ടോണർ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കിടക്കാവുന്നതാണ്. കിടക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ മുടി കെട്ടി വെക്കാവുള്ളൂ. അലർജി, ജലദോഷം ഇങ്ങനെയുള്ളവരൊന്നും ഈ മെത്തേഡ് യൂസ് ചെയ്യരുത്. അവർ കുളിക്കുന്നതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. റിസൾട്ട് കിട്ടുമോ എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കും റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്കാൽപ്പ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മുടി കണ്ടാൽ മനസ്സിലാവും, നന്നായിട്ട് തിക്ക് വെച്ചതുപോലെ നമുക്ക് തോന്നും കേട്ടോ. നമ്മുടെ മുടിക്ക് നല്ല ഒരു വോളിയം നമ്മുടെ മുടിക്ക് കിട്ടും കേട്ടോ. ഞാൻ ഈ ഇടയാണ് കേട്ടോ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒരു 7 ഡേയ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ മുടിയുടെ സ്ട്രക്ചർ തന്നെ മാറും. അടിപൊളിയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ റോസ്മേരി വാട്ടർ. പിന്നെ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്താലും നമ്മൾ മസാജ് ചെയ്യുന്നത് മാറ്റി വെക്കരുത്. മുടി ഫ്രണ്ടിലേക്ക് കുനിച്ചിട്ടിട്ട് തന്നെ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കണം. പറ്റുമെങ്കിൽ പല്ലകലമുള്ള ഒരു കോമ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡബിൾ റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. മുടി കൊഴിച്ചിലുള്ളവർക്ക്, മുടി പൊട്ടിപ്പോകുന്നവർക്ക്, അകാല നര മാറുന്നതിന്, താരന്റെ പ്രശ്നങ്ങളുള്ളവർക്ക്, ചെറിയ രീതിയിൽ കഷണ്ടി പോലെ മുൻവശത്ത് മുടി പൊഴിയുന്നുണ്ട് എന്നുള്ളവർക്ക്, ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് നമ്മുടെ റോസ്മേരി വാട്ടർ. നമ്മുടെ മുടിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുടി കെയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ടോണർ ആണ് കേട്ടോ റോസ്മേരി യൂസ് ചെയ്തിട്ടുള്ള ഈ ഹെയർ ടോണർ. അപ്പൊ ഞാൻ റോസ്മേരി വാട്ടർ ഹെയറിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു, മസാജ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഒരു 20 മിനിറ്റ് നേരം മുടി ഇതുപോലെ ഒന്ന് ബണ്ണായിട്ട് കെട്ടിവെക്കും. അതിനുശേഷമാണ് ഹെയർ വാഷ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ഇത് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണ് കേട്ടോ. നമ്മുടെ റോസ്മേരി ലീഫ് ഡ്രൈ ലീഫാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ എനിക്ക് കൂടുതലായിട്ടും വന്നിരിക്കുന്ന ഒരു മെസ്സേജാണ് 55 വയസ്സ് കഴിഞ്ഞവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുത്ത് മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഹെയർ ടോണറോ അല്ലെങ്കിൽ ഹെയർ പാക്കോ പറഞ്ഞു തരുമോന്ന്. അപ്പം ഈ ഹെയർ ടോണർ ബെസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു. എന്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മുടി കൊഴിച്ചിൽ കാരണം വിഷമിക്കുന്നവര്, മുടി ലെങ്ത് വെക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരൊക്കെ ഉണ്ടാകും നിങ്ങളുടെ കൂട്ടത്തിൽ. അപ്പൊ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. നിങ്ങൾ യൂസ് ചെയ്യാട്ടോ. നിങ്ങൾക്കും യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും, ഉറപ്പാണ് കേട്ടോ.